പാകിസ്ഥാനിലെ ക്വറ്റയിൽ സ്ഫോടനം. 25-ലധികം പേർ കൊല്ലപ്പെട്ടു, 30-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ചാവേർ ആക്രമണമെന്നാണ് സൂചന. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, എന്താണ് സംഭവിച്ചത്? ഇത് എപ്പോഴാണ് ഈ ആക്രമണമുണ്ടായത്? ഇറാഖി പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ നാഷണലിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം, അതായത് ബലൂചിസ്ഥാൻ നാഷണൽ പാർട്ടിയുടെ സർദാർ അട്ടാവുള്ളയുടെ 4ാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ട ഒരു അനുസ്മരണ ചടങ്ങ് നടന്ന സ്റ്റേഡിയത്തിന് തൊട്ടടുത്താണ് ഈ ആക്രമണം ഉണ്ടായത്. ഷഹ്വാനി സ്റ്റേഡിയത്തിന് തൊട്ടടുത്ത് ഈ സ്ഫോടനം നടക്കുകയായിരുന്നു. സ്ഫോടനത്തിൽ കൊച്ചിയിലെ ഈ ഷഹ്വാനി സ്റ്റേഡിയത്തിന് തൊട്ടടുത്ത് ഏതാണ്ട് ഈ യോഗം അവസാനിക്കുക അല്പസമയത്തിനകം തന്നെ നടന്ന സ്ഫോടനത്തിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 25-ലേറെ പേർ മരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 30-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇനിയും പരിക്കേറ്റവരുടെ എണ്ണം പരിക്കേറ്റവരെയും അതുപോലെ തന്നെ മരിച്ചവരുടെയും എണ്ണം വർദ്ധിക്കാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല എന്നാണ് സൈനിക വൃത്തങ്ങളെല്ലാം തന്നെ അറിയിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഇനിയും ശക്തമായ വലിയൊരു ആക്രമണമാണ് ഉണ്ടായത്, വലിയൊരു സ്ഫോടനമാണ് ഉണ്ടായത്. ഈ യോഗം നടന്നതിന് ശേഷം അവിടെ നിന്ന് പിരിഞ്ഞുപോയ നിരവധി പേർ ഈ പരിസരത്ത് എത്തുകയും അവർക്ക് ഈ അപകടത്തിൽ പരിക്കേൽക്കുകയും അല്ലെങ്കിൽ കൊല്ലപ്പെടുകയും ചെയ്തു എന്ന വിവരമാണ് ലഭ്യമാകുന്നത്. ഇത് ആസൂത്രിതമായ ഒരു ആക്രമണമാണ് നടന്നത് എന്നും കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിൽ ആക്രമണങ്ങളും ഭീകരവാദ ആക്രമണങ്ങളും ഉണ്ടാകുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ് കെറ്റയും അതുപോലെ തന്നെ ഈ ബലൂചിസ്ഥാൻ മേഖലകളിലെല്ലാം തന്നെ. സ്വാഭാവികമായും ശക്തമായ ഒരു പ്രതിരോധ സംവിധാനം ഒരുക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഭീകര സംവിധാനങ്ങളെ കയറയച്ചു വിടുന്നൊരു നീക്കമാണ് ഉണ്ടാകുന്നത് എന്ന സൂചനകളെല്ലാം തന്നെ വരുന്നുണ്ട്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് 25 പേരുടെ മരണവും അതുപോലെ തന്നെ 40ഓളം പേർക്ക് പരിക്കേറ്റിട്ടുള്ളവരായി കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഗുരുതര പരിക്കേറ്റവരുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ശരി ഐസന്ത്, പാകിസ്ഥാനിലെ ക്വറ്റയിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. 25-ലധികം പേർ കൊല്ലപ്പെട്ടു, 30-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ചാവേർ ആക്രമണം എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും മരണനിരക്ക് ഇനിയും ഉയരാനുള്ള സാധ്യത തന്നെയാണ് മുന്നിലുള്ളത്. ഐസൻ ജോസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ